പാവനമായി പെരുമാറപ്പെട്ടിടേണമേ. താതാ നിന്നോട് രാജ്യം വന്നിടണമേ. ഈ ഉലകിൽ തിരുഹിതമിതുപോൽ സുരലോകേ അതുപോലിവിടെയുമാക്കേണമേ. വീണ്ടും യാചേന ഞങ്ങൾക്കെന്നും അരുളണമേ നീ കർത്താവേ. അന്യകടങ്ങൾ ക്ഷമിച്ചതുപോൽ അടിയാർ പാപം മോചിക്ക. പരീക്ഷയിൽ ഞങ്ങളെയാക്കരുതേ, ദുഷ്ടരിൽ നിന്നൊഴിവാക്കുക നീ. രാജ്യം ശക്തി മഹത്വങ്ങൾ എന്നും നിനക്കുള്ളതാകുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊതുസമ്മേളനം ഇപ്പോൾ തുടങ്ങുകയാണ്. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി റവറൻഡ് ഫാദർ സജി എബ്രഹാം കൊച്ചേത്തിനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ അയ്യൂമാർ സിൽവാനോസ് മെത്രാപ്പോലിത്ത തിരുമേനി, നമ്മുടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ അധിപത്രാസനത്തിന് വലിയ മെത്രാപ്പോലിത്ത കുര്യാക്കോസ് മാർ സേവറിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ തോമസ് ജേക്കബ് മണിമലി അച്ഛൻ, ബഹുമാനപ്പെട്ട ജോമോൻ പുന്നൂസ് അച്ഛൻ, നമ്മുടെ സംഗമത്തിൻ്റെ കൺവീനർ ഡോക്ടർ മനോജ് എബ്രഹാം എഴുമായിൽ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ആദ്യമേ തന്നെ കാലം ചെയ്ത പുണ്യശ്ലോകനായ എബ്രഹാം മാർ ക്ലിമീസ് തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. അഭിവന്യ അയ്യൂമാർ സിൽവാനോസ് മെത്രാപ്പോലിത്തയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയക ദൈവത്തിന് സ്തുതി. അഞ്ചാമത് യൂറോപ്യൻ ജ്ഞാനായ കൺവെൻഷൻ്റെ ഉദ്ഘാടകനും ജ്ഞാനായ സമുദായത്തിൻ്റെ വലിയ മെത്രാപ്പോലിത്തവുമായ അഭിവന്യ സേവറിയോസ് കുര്യാക്കോസ് തിരുമേനി, യൂറോപ്പിലെ നമ്മുടെ ഇടവുകളെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് മണിമലച്ചൻ, ജോമോനച്ചൻ, സജി അച്ഛൻ, അതുപോലെ ഈ കൺവെൻഷൻ്റെ ഈ വർഷത്തെ കൺവീനറായ ഡോക്ടർ മനോജ്, കാർഡിഫിലെ സ്വാൻസിയിലുമായി താമസിക്കുന്ന സെൻറ്റ് ജോൺസ് ജ്ഞാനായ ഇടവയിൽപ്പെട്ട ഇതിൻ്റെ ഈ അഞ്ചാമത് കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഇടവയിലെ എല്ലാ അംഗങ്ങളും, അതുപോലെ വിവിധ ഇടവങ്ങളിൽ നിന്ന് കടന്നു വന്ന ജ്ഞാനായ സമുദായ അംഗങ്ങളെ, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലായി 10 വർഷത്തിലേറെയായി നമ്മുടെ ഇടവകൾ സ്ഥാപിച്ച് ആരാധന നടത്തുവാനായിട്ട് തുടങ്ങിയത്. 2003 ബർമിഹാമിൽ വെച്ച് ആദ്യമായി കൂടിയതായ ആ ജ്ഞാനായ ഫെലോഷിപ്പ്, അവിടെ വെച്ച് ആരംഭിച്ചതായ വിശുദ്ധ കുർബാന 3 മാസങ്ങളിലൊരിക്കലായി നമ്മൾ ആരംഭിച്ച്, പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ നമ്മുടെ ആളുകൾ കൂടിയപ്പോൾ സൗകര്യത്തെ പ്രതി 2006 വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ഇടവകളായി ആരംഭിച്ച് ഇന്നോളം നമ്മുടെ സർവീസുകൾ നടന്നു വരികയാണ്. ഇന്ന് UK 7, ഇറ്റലിയിൽ 2, അതുപോലെ അയർലൻഡിൽ 1 10 പള്ളികൾ നമുക്ക് ഈ യൂറോപ്പിൽ ഉണ്ട്. ഇത്രമാത്രം വളരുവാനും ഈ ഒരു നിലയിലേക്ക് ഉയരുവാനും തക്കവണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കരുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് വിവിധ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ ആരംഭിച്ചപ്പോൾ അവിടെയൊക്കെയും സർവീസുകൾ നടത്തി വന്ന കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്, എല്ലാ വർഷവും ഒന്നിച്ച് കൂടി വന്ന്
സൗഹൃദങ്ങളെ പങ്കിടുന്നതിനും അതുപോലെ ഒന്നിച്ച് കാണുന്നതിനും ഒരേ മനസ്സോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി നമുക്കൊരു സംഗമം, ഒരു ഗെറ്റ് ടുഗദർ ആവശ്യമാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ദൈവകൃപയാൽ 2009 മുതൽ അത് നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനായി ഉദ്ഘാടന പ്രസംഗത്തിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന നമ്മുടെ അഭിവന്യ കുര്യാക്കോസ് മോർ സേവേറിയോസ് വലിയ മെത്രാപ്പൊലീത്തയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ പിതാവായ മോർ സിൽവാനോസ് തിരുമനസ്സുകൊണ്ട് എത്രയും പ്രിയങ്കരും ബഹുമാന്യരുമായ ഡോക്ടർ തോമസ് മണിമലയച്ചൻ, സജി കൊച്ചേത്തച്ഛൻ, കൊച്ചുമോൻ ജോമോൻ കൊച്ചുപറമ്പിലച്ചൻ, ഡോക്ടർ മനോജ്, അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ജനമേ, ആദ്യം തന്നെ ഇവിടെ നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. വാസ്തവത്തിൽ നിങ്ങളുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ എക്സൈറ്റഡ് ആയിത്തീരുക, വലിയൊരു ആവേശമാണ്. കാരണം നിങ്ങളുടെ മുഖത്തെല്ലാം ആ ആവേശം അലതല്ലുന്നുണ്ട്. പ്രസന്ന മുഖത്തോടെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. എന്തോ നേടിയെടുത്തതുപോലെയുള്ളതായ ഒരു സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന അവസ്ഥ, സംതൃപ്തിയുടെ അവസ്ഥ, അതാണ് നിങ്ങളുടെ മുഖത്ത് കാണുവാൻ കഴിയുന്നത്. കാരണം 3-4 മാസങ്ങളായി ഇതിനു വേണ്ടി സാമ്പത്തികമായിട്ട് പണം ഉപയോഗിച്ച് ശാരീരികമായി സമയം കണ്ടെത്തി അനേകര്, പ്രത്യേകിച്ച് കാർഡിഫ് സെയിൻറ്റ് ജോൺസ് ഇടവകക്കാര് അവധിയെടുത്ത് ആനുവൽ വെക്കേഷൻ എടുത്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാർഡിഫ് ഇടവക ചെയ്യുന്നതായ അവരുടെ വലിയ നേതൃത്വത്തെക്കുറിച്ച് മുന്നമേ സൂചിപ്പിച്ചല്ലോ നമ്മുടെ പ്രാസംഗികരൊക്കെയും. അതുപോലെ അവധിയെടുത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് ഉറക്കളച്ചുള്ള കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഏകദേശം 15 മാത്രം ഭവനക്കാരുള്ളതായ കാർഡിഫ് ഇടവകയ്ക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുവാൻ സാധിച്ചത്. ആദ്യം തന്നെ കാർഡിഫ് ഇടവക അതിൻ്റെ ആളെണ്ണത്തിലെ ന്യൂമറിക്കൽ സ്ട്രെങ്ത് സോ സ്മോൾ ആണെങ്കിൽ പോലും വലിയ കാര്യം ചെയ്യുവാൻ സാധിച്ചു. ഇത്രയും അനുഗ്രഹീതമായി ഓർഗനൈസ് ചെയ്തു എന്നുള്ളതിൽ എല്ലാവരും കൈയടിച്ച് ഇപ്പോൾ ആ ഇടവകയെ ഒന്ന് അനുമോദിക്കുക. ആശംസാ പ്രസംഗത്തിനായി റവറൻ ഡോക്ടർ തോമസ് മണിമലയച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിവന്യ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ സിൽവാനോസ് തിരുമേനി, ബഹുമാന്യരായ വൈദികർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, സ്വാമി വിവേകാനന്ദൻ ഏകദേശം ഒരു നൂറ്റാണ്ടിന് മുമ്പ് ചിക്കാഗോയിൽ വേൾഡ് റിലീജിയസ് പാർലമെൻറ്റ് നടത്തിയതായ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, എൻ്റെ സഹോദരങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസംഗം ആരംഭിച്ചു. അത് അന്നത്തെ പാശ്ചാത്യ ലോകത്തിന് വളരെ വലിയ അത്ഭുതമായിരുന്നു. ഈശ്വരൻ്റെ മക്കളാണ് എല്ലാവരും എന്നുള്ളതായ ബോധ്യത്തിൽ അവിടെ കൂടിയിരുന്നതായ ആ സദസ്സിനെ നോക്കി അദ്ദേഹം അഭിസംബോധന ചെയ്തപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നവരായ പാശ്ചാത്യ സദസ്സിൻ്റെ സമൂഹത്തിന്
ആശ്ചര്യമായി എങ്കിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതായ നിങ്ങളെ നോക്കി ഞാൻ എൻ്റെ സഹോദരങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അക്ഷരാർത്ഥത്തിൽ അത് വാസ്തവമാണ് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. ആശംസാ പ്രസംഗത്തിനായി റവറൻ ഫാദർ ജോമോൻ പുനസച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്ന പിതാക്കന്മാരെ, എത്രയും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, അതുപോലെ തന്നെ കൺവീനർ ശ്രീ ഡോക്ടർ മനോജ്, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഇത്രമാത്രം വലിയ നല്ല രീതിയിൽ മനോഹരമായിട്ട് ഈ പരിപാടികൾ ക്രമീകരിച്ചതിൽ ഇതിന് പിന്നിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ നന്ദിയും സ്നേഹവും അവരോട് അറിയിക്കുകയാണ്. വളരെ വലിയ ഒരു പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഇടവകകളുടെ എല്ലാ തരത്തിലുള്ളതുമായ സഹകരണം, അവരോടെല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും ഒറ്റവാക്കിൽ അറിയിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സിനായി ഡോക്ടർ മനോജ് അബ്രഹാം തോമസിനെ ക്ഷണിക്കുന്നു. Good afternoon to His Eminence Kyriakos Marseiverius, to His Eminence Ayub Marseivanius, Father Dr. Thomas Manimala, Father Jomon Punus, Father Saji Abraham, and all the members of the Knanaya community who have gathered here. It's been a great pleasure to have you all in Swansea. We never thought so many people would gather here in almost in a corner of the UK. In the rally I could see there were so many members even from Middlesbrough. I was in Middlesbrough actually about 2 years ago, and I worked in Newcastle for a year, and I had been to the church there a few times. Last of all, I'd like to thank all the members of the St. John's Knanaya Church in South Wales who really worked hard to make this a success. Thank you. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. കുടിയേറ്റം എന്നാൽ ക്നാനായക്കാരുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു പാരമ്പര്യമാണ്. AD 345 തുടങ്ങിയ കുടിയേറ്റം ഇന്നും നമ്മൾ തുടർന്നു പോകുന്നു. അതിൻ്റെ ബലമായിട്ടാണ് നാം ഇന്ന് ഓരോരുത്തരും ഈ UK എത്തിച്ചേർന്നിരിക്കുന്നത്. AD 345 നടന്ന ആ കുടിയേറ്റത്തിന് സ്മരണ പുതുക്കുവാനായി യൂറോപ്പിലുള്ള എല്ലാ ജ്ഞാനായ മക്കളും ഇന്നിവിടെ ഒരു മനസ്സോടെ ഒരു കുടക്കീഴിൽ ഒത്തുചേരുന്നു. എല്ലാ ജ്ഞാനായ മക്കളെയും കാർഡിഫ് സെന്റ് ജോൺസ് ജ്ഞാനായ ഇടവകയിലെ അംഗങ്ങൾ 5ാമത് യൂറോപ്യൻ ജ്ഞാനായ സംഗമം നടക്കുന്ന സ്വാൻസിയിലെ മോ ക്ലീമീസ് നഗറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു ക്രിസ്ത്യാനിക്കും അസൂയ തോന്നുന്ന രീതിയിലുള്ള ആചാരങ്ങളല്ലേ നമ്മൾ ജ്ഞാനായക്കാർക്കുള്ളത്? അതെ, സ്വർണ്ണ ലിപികളാൽ രചിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ചരിത്രത്തെ ഓർത്തുകൊണ്ടും ക്നായ് തോമ മുതൽ കിഴക്കിൻ്റെ വലിയ മെത്രാപ്പൊളിത്തയായ എബ്രഹാമോ ക്ലീമീസ് തിരുമേനിയുടെ കാൽവെപ്പുകളെ നമിച്ചുകൊണ്ടും നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലുമായി ഞങ്ങൾ സെൻറ്റ് ജോൺസ് ജ്ഞാനായ ഇടവകയിലെ പ്രായഭേദമില്ലാതെ എല്ലാ അംഗങ്ങളും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങളുടെ ജ്ഞാനായ മക്കളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ സ്വാഗത നൃത്തഗാനം. UK വളർന്നു വരുന്ന കലാകാരനായ കെനീഷ്യസ് രചിച്ച തെന്നിന്ത്യയിലെ പ്രശസ്ത ഗായകൻ ബിജു നാരായൺ ആലപിച്ച ഈ ഗാനം നിങ്ങൾക്കായി ഇതാ ഈ മോർ ക്ലിമീസ് നഗറിൽ സമർപ്പിക്കുന്നു. പ്ലീസ് എൻജോയ്.